മറ്റൊരു വാർത്ത കണ്ണൂരിൽ തളിപ്പറമ്പിലാണ്. പൂമംഗലം കൊടിലേരി പാലത്തിന് സമീപം 3 വയസ്സുകാരനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. പരിയാരം കോരൻപീടിക സ്വദേശികളുടെ മകൻ മുഹമ്മദ് നജ്മാനാണ് ഒഴുക്കിൽപ്പെട്ടത്. ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, എപ്പോഴാണ് കാണാതായത്? കുഞ്ഞ് ഇവരുടെ കൈവിട്ട് പുഴയിലേക്ക് വീഴുകയായിരുന്നോ? ഡോക്ടർ, അങ്ങനെ കൈവിട്ട് കാണാതാവുകയായിരുന്നില്ല. ഈ മാതാവിനും ബന്ധുക്കൾക്കുമൊപ്പം തോട്ടിൽ കുളിക്കാൻ എത്തിയപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. പരിയാരം കോരംപീടികയിലെ ജാബിറിന്റെ മകൻ മുഹമ്മദ് നജ്മാനാണ് ഈ പൂമംഗലം കൊടിലേരി പാലത്തിന് സമീപത്തെ തോട്ടിൽ എത്തിയത്. ഇത് ഒരു ഉപ്പൂപ്പായുടെ വീടിന്റെ അവധിക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ തൊട്ടടുത്തുള്ള ഏകദേശം ഒരു 2 കിലോമീറ്റർ പരിധിയിൽ പെടുന്ന ഈ തോട്ടിലേക്ക് കുളിക്കാൻ വേണ്ടി പോകുന്നത്. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു കുട്ടി ഒഴുക്കിൽപ്പെട്ടപ്പോൾ അവനെ രക്ഷിക്കാനായി എല്ലാവരും തോട്ടിലിറങ്ങിയ സമയത്താണ് ഈ കരയിൽ നിൽക്കുകയായിരുന്ന മുഹമ്മദ് നജ്മാനെ കാണാതാവുന്നത്. പിന്നീടാണ് ഇത് ഒഴുക്കിൽപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം കൂടെയുള്ളവരുൾപ്പെടെ മനസ്സിലാക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഫയർഫോഴ്സിനെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ചു കൂട്ടുകയും അങ്ങനെ ആ രീതിയിൽ തിരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. അല്പസമയം മുൻപ് വരെ, അതായത് ഒരു 9 മണിവരെയുള്ള സമയത്ത് അവിടെ തിരച്ചിൽ തുടരുന്നു. പക്ഷേ ഈ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും നാളെ രാവിലെ 7 മണി മുതൽ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കും എന്നുള്ളതാണ്. എന്തായാലും കനത്ത മഴ പല ഇടങ്ങളിലും കണ്ണൂർ ജില്ലയിലെ പല ഭാഗത്തും പെയ്യുന്നുണ്ട്. ഈ തളിപ്പറമ്പ് ഭാഗത്തും ഇന്ന് രാവിലെ ഉൾപ്പെടെ നല്ല ശക്തമായ മഴയായിരുന്നു. അതുകൊണ്ട് തോട്ടിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും അവിടെ പ്രദേശവാസികളായതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ ഈ ബന്ധുക്കളൊക്കെ എത്തി അവധിക്കാലം ആ രീതിയിൽ ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി ഈ തോട്ടിലേക്ക് പോയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് പിന്നീട് ഒരു വലിയ സങ്കടകരമായ അവസ്ഥയിലേക്ക് മാറുകയായിരുന്നു. എന്തായാലും ഈ തോട്ടിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു. എന്തായാലും തിരച്ചിൽ നാളെ രാവിലെ 7 മണിക്ക് പുനരാരംഭിക്കും. ഇന്നത്തെ തിരച്ചിൽ എന്തായാലും ഇന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ, താങ്ക് യു. സങ്കടകരമായ മറ്റൊരു വാർത്തയെ മാറി. അത് 3 വയസ്സ് മാത്രമേ ഉള്ളൂ ആ കുഞ്ഞിനും.